കൊച്ചിയിൽ IT ജീവനക്കാരനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടി ലക്ഷ്മി മേനോനെ പ്രതി ചേർത്തു. കേസിൽ മൂന്നാം പ്രതിയാണ് ലക്ഷ്മി. നടി ഒളിവിലെന്നാണ് വിവരം. തട്ടിക്കൊണ്ടുപോയ സംഘത്തിന്റെ കാറിൽ നടിയും ഉണ്ടായിരുന്നു. ബാറിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. കേസുമായി ബന്ധപ്പെട്ട് നോർത്ത് പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. SS ശരൺ നമുക്കൊപ്പം. SS ശരൺ, ആരാണ് ആ നടിയെന്ന് പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ നടി തമിഴിലും മലയാളത്തിലുമായി സജീവമായ ലക്ഷ്മി മേനോനാണ് എന്നുകൂടി ഇപ്പോൾ വ്യക്തമാവുകയല്ലേ? സുജിയ, തമിഴിലും മലയാളത്തിലുമായി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ലക്ഷ്മി മേനോനാണ് പ്രതി എന്നുള്ളത് കൺഫേം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കേസിലെ മൂന്നാം പ്രതിയാണ് ലക്ഷ്മി മേനോൻ. ലക്ഷ്മി മേനോനെ പ്രതി ചേർത്തതിന് പിന്നാലെ അവരെ കണ്ടെത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നതാണ്. ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ തന്നെ വീട്ടിലൊക്കെ തന്നെ പരിശോധന നടത്തിയെങ്കിലും അവർ വീട്ടിലില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അവർ ഒളിവിൽ എന്നുള്ള വിവരം കൂടിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ 4 പ്രതികളാണുള്ളത്. ഇതിൽ 3 പേരെ നേരത്തെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഒരാൾ കൂടി, അതായത് ഈ ലക്ഷ്മി മേനോനായുള്ള അന്വേഷണം പോലീസ് വ്യാപകമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ സംഭവം ഉണ്ടാകുന്നത് മിനിഞ്ഞാന്ന് രാത്രിയാണ്. മിനിഞ്ഞാന്ന് രാത്രി നോർത്തിലെ ഒരു ബാറിൽ വച്ചുണ്ടായ തർക്കത്തെ തുടർന്നാണ് IT ജീവനക്കാരനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിന്റെ കാറിൽ ലക്ഷ്മി മേനോനും ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിരുന്നതാണ്. അതിന് പിന്നാലെയാണ് അതിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യം, അതായത് പല കേസുകളും സമീപകാലത്ത് നമ്മൾ പല നടന്മാരും നടിമാരും ഒക്കെ ഉൾപ്പെട്ട കേസുകൾ കണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇതൊരു തട്ടിക്കൊണ്ടുപോകൽ കേസ്. തട്ടിക്കൊണ്ടുപോയി യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച ഒരു കേസിൽ ലക്ഷ്മി മേനോനെ പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നേരത്തെ ഈ ബാറിൽ വെച്ച് തർക്കമുണ്ടാകുന്നു, പിന്നീട് പുറത്തു വെച്ച് തർക്കമുണ്ടാകുന്നു, ബിയർ ബോട്ടിൽ എറിയുന്ന നിലയിൽ വരെ കാര്യങ്ങൾ എത്തുകയും അതിനുശേഷമാണ് ഈ സംഘത്തിൽ, അതായത് IT ജീവനക്കാരനായ യുവാവിനെ ഈ സംഘത്തിൽപ്പെട്ട സംഘം തട്ടിക്കൊണ്ടുപോകുന്നത്. അതിനുശേഷം വെടിമറകിലിൽ എത്തിച്ച് അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്നു. പിന്നീട് പറവൂർ കവലയിൽ ഈ ഉപേക്ഷിക്കുകയാണ് ചെയ്തിരുന്നത്. എന്തായാലും ആ കേസിലാണ് ഇപ്പോൾ ലക്ഷ്മി മേനോനെ പ്രതി ചേർത്ത ആ നിലയിലേക്കുള്ള അന്വേഷണത്തിലേക്ക് നോർത്ത് പോലീസ് കടന്നിരിക്കുന്നത്. ഓക്കെ ശരൺ, കാറിൽ നിന്ന് വഴിയിലിറങ്ങി നടി പോവുകയായിരുന്നു. ഇത് കേസാകുമെന്ന് മനസ്സിലായ സാഹചര്യത്തിലാണോ അവരവിടെ നിന്ന് പോയത്? സുജിയ, തീർച്ചയായിട്ടും അത്തരത്തിലൊരു നീക്കം തന്നെയാണ് നടിയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത്. അതായത് അന്ന് ആ സംഭവം ഉണ്ടായി നോർത്ത് മേൽപ്പാലം, അതായത് നോർത്ത് പാലത്തിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, തട്ടിക്കൊണ്ടുപോകുന്നത്. അതിനുശേഷം നേരെ വെടിമറയിലേക്കാണ് പോയത്. പക്ഷേ ആലുവയിൽ എത്തിയപ്പോഴേക്കും ഈ നടിയായ ലക്ഷ്മി മേനോൻ കാറിൽ നിന്ന് ഇറങ്ങിയിരുന്നു. താൻ ഒപ്പം വരുന്നില്ല എന്ന് പറയുകയായിരുന്നു. അതിനുശേഷമാണ് വെടിമറയിൽ യുവാവിനെ എത്തിച്ച് ക്രൂരമായി മർദ്ദിക്കുന്നത്. എന്തായാലും അവർ ഇത് കേസാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് പോയതെന്നുള്ളതാണ്, കാറിൽ നിന്ന് ഇറങ്ങിയെന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ പങ്ക് ഉണ്ടായിരുന്നു, അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അവർക്കും ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകൽ ഉദ്ദേശമുണ്ടായിരുന്നു എന്നുള്ളൊരു വലിയ സംശയം പോലീസിന് ഉണ്ടായിരുന്നതാണ്. സ്വാഭാവികമായിട്ടും 4 അംഗ സംഘം തട്ടിക്കൊണ്ടുപോകുമ്പോൾ അതിൽ ഒരാൾ ഈ നടിയായ ലക്ഷ്മി മേനോനാകുമ്പോൾ അവരും പ്രതിയാകും. അതിൽ തന്നെ അവരെ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനം. അവർ ഒളിവിൽ എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇവിടെ വീട്ടിലൊക്കെ പരിശോധന നടത്തിയെങ്കിലും അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 2 ദിവസമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഫോണിൽ കിട്ടാത്ത അവസ്ഥയാണ്. ഫോൺ സ്വിച്ച് ഓഫ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും വൈകാതെ തന്നെ ലക്ഷ്മി മേനോനിലേക്ക് എത്താൻ കഴിയും, അവരെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് ഇപ്പോൾ അന്വേഷണവുമായി നോർത്ത് പോലീസ് മുന്നോട്ട് നീങ്ങുന്നത്. ഓക്കെ, വിവരങ്ങൾ നൽകിയത് SS ശരണാണ്.